സർജറിയുടെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്കിപ്പം തൊണ്ട പ്രിസർവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്യൂമർ എടുക്കാമെന്നുള്ളത് ഇതിനു മുമ്പ് പബ്ലിഷ്ഡ് അല്ല അങ്ങനെ ഒരു ഓപ്ഷൻ. ട്യൂമർ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ഞരമ്പുകളെ ഒന്നും ഇനിയിപ്പോൾ ഓപ്പൺ കഴുത്തിൽ കൂടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഈ തൊണ്ടയുടെ ശബ്ദത്തിനുള്ള ഞരമ്പുകളെ ഒക്കെ ആക്സസ് ചെയ്യാതെ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇതോടുകൂടി തീരുകയാണ്. പിന്നെ റേഡിയേഷൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനത്തെ എന്ത് സർജറി ചെയ്യുമ്പോഴും കഴുത്തിലോട്ടുള്ള ലീക്കും അത് കാരണമുള്ള സീരിയസ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളുമാണ് അതിന്റെ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ. അപ്പൊ അത് ഇതോടുകൂടി ഒഴിവാകുകയാണ്. പിന്നെ നമ്മൾ അവസാനം ചെയ്ത ആ റീകൺസ്ട്രക്ഷൻ ടെക്നിക് ട്രാൻസ്ഫോറൽ റോബോട്ടിക് സർജറിയിൽ ഇതിനു മുമ്പ് അങ്ങനെ ട്രൈ ചെയ്തതായിട്ട് നമ്മൾ ലിറ്ററേച്ചറിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു മെത്തേഡാണ്. അപ്പൊ അതും ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സർജറി അല്ലാതെ അവിടെയുള്ള ഏത് റോബോട്ടിക് സർജറിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീകൺസ്ട്രക്ഷൻ ടെക്നിക്കാണ്. അന്നനാളത്തിന്റെ തുടക്കഭാഗത്തെ ക്യാൻസറിന് ലോകത്ത് ആദ്യമായി എൻഡോ റോബോട്ടിക് സർജറി വിജയകരമായി നടത്തി BPS ലക്ഷൂർ ആശുപത്രി. അന്നനാളത്തിന്റെ തുടക്കഭാഗത്ത് വരുന്ന പോസ്റ്റ് ക്രൊക്കൈഡ് ഭാഗത്തെ ക്യാൻസറുകൾ ചികിത്സിക്കാൻ അന്നനാളം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് സാധാരണയായി ചെയ്യുന്നത്. ഇത്തരമൊരു ക്യാൻസർ ചികിത്സക്കായി പുതിയൊരു രീതി കണ്ടുപിടിച്ചിരിക്കുകയാണ് BPS ലക്ഷൂറിലെ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി, മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ. 75 വയസ്സുള്ള പാലക്കാടുകാരിയായ ദേവകി അമ്മയ്ക്ക് അന്നനാളത്തിന്റെ തുടക്ക ഭാഗത്തുള്ള പോസ്റ്റ് ക്രൊക്കൈഡ് ഭാഗത്തെ ക്യാൻസർ ആയിരുന്നു. തുടക്കത്തിൽ ഇതിനായി റേഡിയേഷൻ ചികിത്സ നടത്തിയെങ്കിലും ക്യാൻസർ മാറിയിരുന്നില്ല. തുടർന്ന് ഫുൾ ബോഡി സ്കാൻ എടുത്തു നോക്കിയപ്പോഴാണ് മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം വ്യാപിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടത്. ഈ ഒരു പ്രശ്നത്തിന് ഒരു പുതിയ പരിഹാരമാണ് ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി മേധാവി ഡോക്ടർ ഷോൺ ടി ജോസഫ്, മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോയ് ജെ മുക്കട എന്നിവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. റോബോട്ട് കൊണ്ട് എത്താൻ പറ്റാത്ത അന്നനാളത്തിലേക്ക് പോകുന്ന ക്യാൻസറിന്റെ ഭാഗം ഗ്യാസ്ട്രോ എൻഡോസ്കോപ്പ് ഉപയോഗിച്ചും മുകളിലുള്ള ഭാഗം റോബോട്ട് സർജറി കൊണ്ടും സമീപിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ക്യാൻസർ പൂർണ്ണമായിട്ടും നീക്കിയെന്ന് പാത്തോളജി പരിശോധന വഴി ഉറപ്പുവരുത്തുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടായ പരിക്ക് കവിളിന്റെ ഉൾഭാഗത്തുള്ള ടിഷ്യൂ ഉപയോഗിച്ച് ഡോക്ടർമാർ പുനർനിർമ്മിച്ചു. ഇതിനും റോബോട്ടിക് ശസ്ത്രക്രിയ രീതി ഉപകാരപ്പെട്ടു. ഇത്തരം ഒരു പുനർനിർമ്മാണ ശസ്ത്രക്രിയയും പുതിയതാണ്. സർജറിക്ക് ശേഷം രോഗി ആരോഗ്യം വീണ്ടെടുത്ത് വരികയാണിപ്പോൾ. കുറച്ചു ദിവസത്തെ കൂടി പുനരധിവാസത്തിന് ശേഷം രോഗിക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ പ്രതീക്ഷിക്കുന്നത്. എൻഡോ റോബോട്ടിക് സർജറി ഇത്തരം അസുഖങ്ങളുള്ള രോഗികൾക്കും പുതിയൊരു പരിഹാരമാവുകയാണെന്ന് ഡോക്ടർ ഷോൺ ടി ജോസഫ്, ഡോക്ടർ റോയ് ജെ മുക്കട എന്നിവർ പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷോൺ ടി ജോസഫ്, ഡോക്ടർ ജോയ്, സീനിയർ കൺസൾട്ടന്റ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ ജയ സൂസൻ ജേക്കബ്, ചികിത്സയ്ക്ക് വിധേയയായ ദേവകി അമ്മ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വോയ്സ്, കൊച്ചി.